ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപത്തെ മണ്ണെടുപ്പ് വിവാദം. മാഫിയയിൽ നിന്ന് യൂട്യൂബർ പണം കൈപ്പറ്റി തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതായി ജനകീയ ജാഗ്രതാ സമിതി നേതാക്കൾ. ഇരുമ്പിളിയം പഞ്ചായത്ത് കെട്ടിടത്തിനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും സമീപത്തായി നടന്നുവരുന്ന മണ്ണ് ഖനനം സംബന്ധിച്ച വാർത്തകളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രസിദ്ധീകരിക്കാതെ മണ്ണ് മാഫിയയ്ക്ക് വേണ്ടി യൂട്യൂബർ പണം കൈപ്പറ്റിയതായി ജാഗ്രതാ സമിതി നേതാക്കൾ ആരോപിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെങ്കിലും ഒരു ഭാഗത്തെ അഭിപ്രായങ്ങൾ മാത്രം പുറത്തുവിട്ട യൂട്യൂബർ മാഫിയകളിൽ നിന്ന് പണം കൈപ്പറ്റിയതായി ഉറപ്പിക്കാമെന്നും ജനകീയ സമരസമിതി നേതാക്കൾ ആരോപിക്കുന്നു. ഈ ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ചെരുവ് ഭാഗം മണ്ണിടിക്കാൻ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇരുമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്നലെ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ഇറങ്ങി വന്നുകൊണ്ടാണ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചതും. താൽക്കാലികമായിട്ടെങ്കിലും ഇന്നലെ ഇവിടെ നിന്നും ആ JCBയും അതുപോലെ തന്നെ ട്രിപ്പറും വാഹനങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് എടുത്തുപോയിട്ടുണ്ട്. എന്നാൽ അത് മീഡിയ കവറേജ് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രാദേശിക ന്യൂസുകളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ചാനലായാലും മീഡിയ വിഷനൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഇവിടെ എന്താണോ ജനകീയ സമിതി രൂപീകരിച്ച് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ടും മാധ്യമത്തിന് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അതിലൊരു പുഴുക്കുത്ത് വന്നിട്ട് ഒരു യൂട്യൂബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. D4 ചാനലിൻ്റെ പേരിലാണ് ഇപ്പോൾ എൻ്റെ ഫോണിൽ ആ ന്യൂസ് ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നും തീർച്ചയായിട്ടും പണം മേടിച്ചിട്ടാണ് ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രേഖയുള്ള മണ്ണെടുക്കുന്നത് തടഞ്ഞ് ഒരു കൂട്ടം നാട്ടുകാർ. പരാതിയുമായി സ്ഥലമുടമ ഇരുമ്പിളിയം പഞ്ചായത്ത് പരിസരത്തെ പെരിങ്ങാട്ടുതോട്ടിൽ അപ്പോൾ ഈ നിയമപരമായിട്ട് വന്നിട്ടുള്ള ഒരാളെ ഇരുമ്പിളിയത്ത് ഒരു കൂട്ടം നാട്ടുകാർ തടഞ്ഞു എന്നുള്ള മണ്ണെടുക്കുന്നത് നിയമപരമാണെന്നും അത് തടഞ്ഞു എന്നും പറഞ്ഞ് ഈ ജാഗ്രതാ സമിതിക്കെതിരെ അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ ന്യൂസ് കൊടുക്കുന്ന ഒരു രീതിയുള്ളത്. ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും സംശയിക്കുന്നു എന്നും കൃത്യമായിട്ട് പണം മേടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നുള്ള രീതിയിൽ പടച്ചൊടിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മീഡിയ എന്നുള്ള രീതിയിൽ ന്യൂസ് ചെയ്യാൻ യാതൊരുവിധ അധികാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ട് യാതൊരുവിധ അധികാരവും ഇല്ലാത്ത ഒരാളാണെന്നുള്ള പറയുന്ന യൂട്യൂബർ അതിന് ഈ മീഡിയ ക്ലബിലൊന്നും പ്രസ് ക്ലബിലൊന്നും തന്നെ മെമ്പർഷിപ്പോ അത്തരത്തിലുള്ള വളാഞ്ചേരി പ്രസ് ക്ലബിലൊന്നും മെമ്പർഷിപ്പ് ഇല്ലാത്ത വ്യക്തി കൂടിയാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു ജനകീയമായിട്ടുള്ള വിഷയം പോലും വളച്ചൊടിച്ച് പണം മേടിച്ച് അതിൻ്റെ അത്തരത്തിലുള്ള ന്യൂസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതിനെതിരെ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം വ്ളോഗർമാരെ യൂട്യൂബർമാരെ ഇനി ഈ നാട്ടിലേക്ക് കടത്താത്ത രീതിയിലുള്ള ഞങ്ങൾ തടയും. അതിലൊരു തർക്കവും വേണ്ട.